രണ്ടാമതും തുടർച്ചയായി കേരളം ഭരിക്കുമ്പോൾ CPM എന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്ക് അപജയം സംഭവിക്കുന്നുണ്ടോ എന്ന സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യുവജന സംഘടനകളുടെ നേതാക്കളും വിദ്യാർത്ഥി നേതാക്കളും വരെ നടത്തുന്ന പ്രസ്താവനകൾ പാർട്ടിയെ തിരിഞ്ഞുകൊത്തുകയാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പലപ്പോഴും പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വരെ പ്രയാസമാണ്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താകരുത് അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. അത് അദ്ദേഹത്തിന് പുതിയ കാര്യമൊന്നുമല്ല. നേരത്തെയും പലതവണ അദ്ദേഹം ഇത് തെളിയിച്ചൊരു ആളുമാണ്. ആരും പ്രതീക്ഷിക്കാത്ത അത്രയ്ക്ക് മോശമായി മൈക്കിലൂടെ സ്ത്രീവിരുദ്ധ വിളിച്ചു കൂവിയ ഒരാളാണ് വിജയരാഘവൻ. സംഘപരിവാറിനും ഹിന്ദുത്വവാദികൾക്കും സഹായകമാകുന്ന രീതിയിൽ പലപ്പോഴും അപകടകരമായ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വിജയരാഘവൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്. മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അത്യന്തം അപകടകരമായ പ്രസ്താവനയാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ സംഘപരിവാർ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന അതേ വർഗീയ ആരോപണം ഒരു ഉന്നത പദവിയിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ആരോപിക്കുന്നു. അതോടെ സംഘപരിവാറിൻ്റെ ആ തെറ്റായ ആരോപണങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി ജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണയിൽ, പ്രിയങ്കയുടെ ഘോഷയാത്രയിൽ ആരെല്ലാം? ഇതാണ് വിജയരാഘവൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ചോദിച്ചത്. കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതിനിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ധനം പകർന്നു കൊടുക്കുന്ന വാക്കുകളാണ് വിജയരാഘവൻ്റെ നാവിൽ നിന്നും ഇത്തവണ വന്നത്. രാഹുലിനും പ്രിയങ്കയ്ക്കും വോട്ട് നൽകി വിജയിപ്പിച്ചവരെ മുഴുവൻ ഒരൊറ്റ പ്രസ്താവനയിലൂടെ വർഗീയവാദികളാക്കി മുദ്രകുത്തുകയാണ് വിജയരാഘവൻ ചെയ്തത്. ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അവർക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ കാര്യം സഖാവ് മറന്നുപോയതാകും. ഇത്തരം ഹിന്ദുത്വ അനുകൂല പ്രസ്താവനകൾ നടത്താൻ കമ്മ്യൂണിസ്റ്റുകാരനായ വിജയരാഘവൻ തുനിഞ്ഞിറങ്ങുമ്പോൾ സ്വന്തം അണികൾ തന്നെ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ട അവസ്ഥയാണ് ഉള്ളത്. അതിനു മുന്നേ തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞു നടത്തിയ CPM സമ്മേളനത്തെ ന്യായീകരിച്ചുകൊണ്ടും വിജയരാഘവൻ സ്വയം അപഹാസ്യനായി മാറിയിരുന്നു. എല്ലാവരും കാറിൽ കയറി പോകേണ്ട കാര്യമുണ്ടോ എന്നും നടന്നുപോയാൽ പോരെ എന്നുമാണ് വിജയരാഘവൻ അന്ന് ചോദിച്ചത്. 10 മനുഷ്യന് പോകാൻ കുറച്ച് സ്ഥലം മതി, പക്ഷേ അതിലൂടെ 10 കാറുകൾ പോകാൻ എത്ര സ്ഥലം വേണം? പണ്ടൊക്കെ നമ്മൾ നടന്നായിരുന്നില്ലേ എല്ലായിടത്തും പോയിരുന്നത് എന്നും സഖാവ് ചോദിച്ചിരുന്നു. ഇതേ സഖാവിൻ്റെ ഭാര്യയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. മന്ത്രിക്ക് കന്നഡ വാങ്ങാൻ 30,500 രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് അനുവദിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് മന്ത്രി R. ബിന്ദു പുതിയ കന്നഡ വാങ്ങിയത്. അതുകൊണ്ട് കാർ വേണ്ട, നടന്നുപോയാൽ പോരെ എന്നൊക്കെ പൊതുജനങ്ങളോട് പറയുമ്പോൾ സഖാവിന് വേണ്ടത് അല്പം ഉളുപ്പാണ്.